ഇന്ന് ജലീൽ സാറ് ഈ 300-400 മുസ്ലിങ്ങളെ വീട് പൊളിച്ച് തകർത്തി കോൺഗ്രസ് ഗവൺമെന്റ്. കേരളത്തിന്റെ MLA വരേണ്ട ഒരു സ്ഥിതി ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കി. ഇവിടുത്തെ ഒരു MLA ഒരു മന്ത്രിയോ ഇതുവരെ അവിടെ പോയിട്ടില്ല. പിണറായി വിജയനെ ഒരു പ്രസ്താവന കൊടുത്ത് അതിന് ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ശിവകുമാർ വലിയ പൈസ ഉണ്ടാക്കിയ ആളാണ്. അയാൾ മറുപടി കൊടുക്കുന്നത് ഇത് നമ്മളെ ഇന്റർണൽ വിഷയമാണ്, ആന്തരികമായ വിഷയം, അന്യ നാട്ടുകാർ കൈവിടാൻ പാടില്ല. UP യോഗി പുള്ളിയർ പൊട്ടിച്ചേരാം. ഇവരിവിടുത്തെ പ്രസ്താവന കൊടുത്തല്ലോ. അപ്പൊ UP മാത്രം ഇന്ത്യയിലുള്ളൂ, കർണാടക ഇന്ത്യയിലില്ലേ? കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എവിടെയും അക്രമം നടന്നാൽ അതിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ട്. അത് പിണറായി സാറ് ചെയ്തുകൊണ്ട് ഇന്ന് ജലീൽ അവർ വന്നുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് പറയുന്നുണ്ട് ഞങ്ങൾ റീഹാബിലിറ്റേഷൻ ചെയ്യുമെന്ന്. പൊളിച്ചെന്തിനാ? ഇവിടെ സ്ലം ബോർഡ് ഉണ്ട്. സ്ലം ബോർഡിന്റെ നിയമപ്രകാരം ആരെങ്കിലും അവിടെ ഒരു 10 കൊല്ലോ 20 കൊല്ലോ താമസിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന്റെ ഉടമൻ അവൻ തന്നെയാണ്. ഉടനെ സ്ലമ്മുകാരും അവിടെ വീടെടുത്ത് കൊടുക്കുക. ഇത് സ്ലമ്മുകാരൻ ചെയ്യേണ്ടത് പണിയായിരുന്നു. ഇവരത് ചെയ്യേണ്ടത് പകരം രാത്രി 4 മണിക്ക് അതിൽ സ്ത്രീകൾ